ലോകസിനിമയിൽ നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധത്തിൽ മൂത്തോന്റെ വലങ്കൈയായി നിൽക്കുന്ന കഥാപാത്രമാണ് നിഷാന്ത് സാഗറിന്റെ പ്രകാശൻ. ആരായിരിക്കും ഈ പ്രകാശൻ? ആ കഥാപാത്രത്തിൽ ഒരുപാട് മിസ്റ്ററി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതായി നമുക്ക് തോന്നാം. കാരണം ചന്ദ്ര ഇമ്മോർട്ടലാണ്, അതായത് മരണമില്ലാത്തവൾ. കൂടാതെ മൂത്തോനും ചാത്തനും ഒടിയനുമെല്ലാം ഇമ്മോർട്ടൽസാണ്. അപ്പോൾ ഇവരുടെയെല്ലാം വിശ്വസ്തനായ പ്രകാശനും ഇമ്മോർട്ടലായിരിക്കണം. ഈ പ്രകാശന്റെ സൂപ്പർ പവേഴ്സ് എന്താണെന്ന് അടുത്ത ലോക സീരീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും അതിലേക്ക് നമുക്ക് പിന്നെ കടക്കാം. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഈയിടെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഏറ്റവുമധികം ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന പണ്ട് നിഷാന്ത് സാഗർ അഭിനയിച്ച കള്ളിയങ്കാട്ട് നീലി ബേസ്ഡ് ഫിലിമായ ഇന്ദ്രിയത്തിലെ നിഷാന്തിന്റെ റോളിനെക്കുറിച്ചാണ്. കാരണം ലോക സിനിമയിൽ നീലിയുടെ ക്രഷായ നസ്ലിന്റെ കഥാപാത്രത്തിന്റെ പേരും ഇന്ദ്രിയം സിനിമയിൽ നീലിയുടെ രക്ഷകനായ നിഷാന്തിന്റെ പേരും ഒന്നുതന്നെയാണ്, സണ്ണി. ഇതൊരു യാദൃച്ഛികമായ ഒരു സിമിലാരിറ്റിയായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ നമുക്ക് എന്താണ് ഇന്ദ്രിയം സിനിമ എന്ന് നോക്കാം. അപ്പോൾ പുതിയ കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഞാൻ നിങ്ങളുടെ സ്വന്തം സ്റ്റോറി ടെല്ലർ മല്ലു. ഈ ഇന്ദ്രിയം എന്ന് പറയുന്നത് ഒരു ചെറിയ പടമൊന്നുമല്ല, അന്നത്തെ കാലത്തെ ഒരു ഹിറ്റ് മൂവി തന്നെയാണ്. നമ്മുടെ തമിഴ് സൂപ്പർസ്റ്റാർ ചിയാൻ വിക്രമൊക്കെയാണ് പടത്തിലെ ഒരു പ്രധാന വേഷം ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ വിക്രത്തിന്റെ അവസാന മലയാളം സിനിമ കൂടിയാണ് ഈ ഇന്ദ്രിയം. ഇന്ദ്രിയം സിനിമ റിലീസാവുന്നത് 2000-ലാണ്. ഈ സിനിമയിൽ കള്ളിയങ്കാട്ട് നീലിയായി അഭിനയിച്ചിരിക്കുന്നത് അന്നത്തെ ലേഡി സൂപ്പർസ്റ്റാറായ വാണി വിശ്വനാഥാണ്. പിന്നെ ഈ ഇന്ദ്രിയത്തിലും ലോകയിലുമുള്ള ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് നീലിയുടെ ബാക്ക് സ്റ്റോറികളാണ്. 2 സിനിമയിലും ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ആളാണ് നീലി. അപ്പം നമുക്ക് പടത്തിലേക്ക് കടക്കാം. തന്റെ ഒഴിവുകാലം ആസ്വദിക്കാൻ മുതുവൻ മലയിലെത്തിയ രാജരാജ തിരുമനസ് ആദിവാസികളുടെ ഉത്സവമായ കരിങ്കാളിപ്പൂജ കാണാൻ പോകുന്നു. നമ്മുടെ ഈ രാജാവ് ഒരു ചിത്രകാരനാണ്. അതുകൊണ്ടുതന്നെ കരിങ്കാളിപ്പൂജയിൽ നൃത്തം ചെയ്യുന്ന നീലി എന്ന ആദിവാസി പെൺകുട്ടിയെ കണ്ടപ്പോൾ രാജാവിന് അവളുടെ ചിത്രം വരയ്ക്കാൻ ഒരാഗ്രഹം തോന്നി. അതിനായി മൂപ്പന്റെ മകളായ നീലിയെ തന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ഈ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നതിനിടയിൽ രാജാവിന് നീലിയോട് വളരെ ഇഷ്ടം തോന്നുന്നു. പക്ഷെ നീലി ഓൾറെഡി ഉദയൻ എന്ന ആദിവാസി യുവാവുമായി പ്രണയത്തിലായിരുന്നു. ഉദയനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് രാത്രിയിൽ നീലിയെ കാണാൻ കൊട്ടാരത്തിൽ വരാറുമുണ്ടായിരുന്നു. എന്നാൽ തന്റെ ഇഷ്ടം തുറന്നു പറയാൻ മൈൻഡ് സെറ്റാക്കി നടക്കുന്ന രാജാവ് അന്ന് രാത്രി ഒരു കാഴ്ച കണ്ടു. നമ്മുടെ നീലിയും നീലിയുടെ കാമുകനായ ഉദയനും കട്ടിലിൽ കിടന്ന് കെട്ടിമറിയുന്നു. ഇത് കണ്ട് സഹിക്കാൻ പറ്റാതെ രാജാവ് നീലിയെയും ഉദയനെയും തട്ടുന്നു. നീലി അകാലത്തിൽ മരണപ്പെട്ടതുകൊണ്ടുതന്നെ നീലിയുടെ ആത്മാവ് റിവഞ്ചിനായിട്ട് വന്നപ്പോൾ നമ്മുടെ വടക്കേടത്ത് നമ്പൂതിരി 27 ദിവസം നീണ്ടുനിന്ന ചില പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്ത് നീലിയെ പാലക്കോട് പെരുമരത്തിൽ ആണിയടിച്ച് തളക്കുന്നു. അങ്ങനെ നീലി പ്രതികാരദാഹിയായി തളക്കപ്പെട്ടു. അങ്ങനെ പതിറ്റാണ്ടുകൾ കടന്നുപോയി. അതിനുശേഷം ഒരു കൂട്ടം കോളേജ് സ്റ്റുഡൻസ് മുതുവൻ കാട്ടിലേക്ക് പോകുന്നു. തങ്ങളുടെ ആന്ത്രോപോളജി പഠനവുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾക്കായാണ് അവർ മുതുവൻ മലയിലെത്തിയത്. ഈ സ്റ്റുഡൻസിന്റെ കൂട്ടത്തിലെ ഹരിവർമ്മ എന്ന ബോബൻ ആലുമോഡൻ ചെയ്ത കഥാപാത്രം നേരത്തെ നമ്മുടെ നീലിയെ കൊന്ന രാജരാജ തിരുമനസിന്റെ കുടുംബത്തിലെ അവസാന തമ്പുരാനാണ്. സത്യം പറഞ്ഞാൽ മുതുവൻമല കൊട്ടാരത്തിന്റെ ഇന്നത്തെ അവകാശിയാണ് ഹരിവർമ്മ. അതുകൊണ്ടുതന്നെ ഇവരെല്ലാം താമസിച്ചിരുന്നത് മുതുവൻമല കൊട്ടാരത്തിലായിരുന്നു. അവിടെ വെച്ചിട്ട് പഴയ ഒരു അൺഫിനിഷ്ഡ് പെയിന്റിംഗ് ഇവർ കണ്ടുപിടിക്കുന്നു. പിന്നീട് ഹരിവർമ്മ ഈ ചിത്രം കംപ്ലീറ്റ് ആക്കുന്നു. ഈ സ്റ്റുഡൻസ് ഗ്യാങ്ങിൽപ്പെടുന്ന ഒരു കഥാപാത്രമാണ് നിഷാന്ത് സാഗറിന്റെ സണ്ണി. അപ്പോൾ സണ്ണി ഒരു ദിവസം ഫോട്ടോ എടുക്കുന്നതിനിടയിൽ ഒരു മരത്തിൽ തറച്ച ആണി വലിച്ചൂരുന്നു. ഇത് കാരണം മരത്തിൽ തളച്ച നീലി സ്വതന്ത്രയാവുന്നു. നീലി പുറത്തു വന്നതും ഹരിവർമ്മ വരച്ച പെയിന്റിംഗ് തനിയെ നിന്ന് കത്താൻ തുടങ്ങി. പിന്നീട് നീലിയുടെ കുറെ ഹൊറർ സീനുകളൊക്കെ നമുക്ക് സിനിമയിൽ കാണാം. അങ്ങനെ നീലി കൊട്ടാരത്തിലുണ്ടായിരുന്ന സ്റ്റുഡൻസിലെ ആമ്പിള്ളാരെ ഓരോരുത്തരെയും അവരുടെ ലവേഴ്സിന്റെ രൂപത്തിൽ വന്ന് ചോര കുടിച്ച് കൊല്ലാൻ തുടങ്ങുന്നു. 2 സ്റ്റുഡൻസ് മരണപ്പെട്ടപ്പോഴേക്കും നീലി സ്വതന്ത്രയായ കാര്യം എല്ലാവരും തിരിച്ചറിയുന്നു. ഈ കാരണം കൊണ്ടുതന്നെ നീലിയെ വീണ്ടും തളക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നീലിയെ നശിപ്പിക്കാൻ വേണ്ടി വടക്കേടത്ത് നമ്പൂതിരിയെ അവർ വിളിച്ചുവരുത്തുന്നു. നീലിയെ ഇല്ലാതാക്കണമെങ്കിൽ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച ഒരാളെ വേണമെന്ന് നമ്പൂതിരി പ്രശ്നം വെച്ച് കണ്ടെത്തുന്നു. അവരുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നത് നിഷാന്ത് സാഗറിന്റെ സണ്ണി തന്നെയാണ്. അപ്പോൾ ഇനി സണ്ണിയുടെ സഹായത്തോടുകൂടി വടക്കേടത്ത് നമ്പൂതിരി നീലിയെ ഇല്ലാതാക്കുന്നു. അവിടെയാണ് സിനിമ അവസാനിക്കുന്നതും. സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഹൊറർ എക്സ്പീരിയൻസ് തന്ന സിനിമ തന്നെയാണ് ഇന്ദ്രിയം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഏറ്റവുമധികം ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇന്ദ്രിയത്തിൽ നിഷാന്ത് സാഗറിന്റെ സണ്ണി എന്ന കഥാപാത്രത്തോട് വടക്കേടത്ത് നമ്പൂതിരി പറയുന്ന ഒരു ഡയലോഗാണ്. സണ്ണി, നീ കൂർമ്മബുദ്ധിയുള്ള അസാമാന്യ ധൈര്യശാലിയാണ്. പക്ഷേ സൂക്ഷിക്കണം, വർഷങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചതിന്റെ നന്ദി നീലിക്ക് നിന്നോടുണ്ടാകും. പക്ഷെ അവൾ മൂർച്ചയേറിയ ആയുധം പോലെയാണ്. ആ ആയുധം പ്രയോഗിക്കുമ്പോൾ നീ വളരെയധികം ശ്രദ്ധിക്കണം. ചിലപ്പോൾ അത് നിന്റെ മരണത്തിനുവരെ കാരണമാക്കാം. ഈ വാക്കുകളിൽ നിന്ന് തന്നെ സണ്ണി എന്ന കഥാപാത്രത്തിന്റെ ഡെപ്ത് നമുക്ക് മനസ്സിലാക്കാം. നീലിയെ സ്വതന്ത്രയാക്കാനും ബന്ധനസ്ഥയാക്കാനും കഴിവുള്ള ഒരാളാണ് നിഷാന്തിന്റെ സണ്ണി. ഇവിടെ ലോകയിലേക്ക് വരുമ്പോൾ കള്ളിയങ്കാട്ട് നീലി അഥവാ ചന്ദ്രയെ ടേക്ക് കെയർ ചെയ്യുന്ന മൂത്തോന്റെ വലംകൈയായിട്ടാണ് നിഷാന്ത് സാഗറിന്റെ പ്രകാശ് എന്ന കഥാപാത്രത്തെ കാണിക്കുന്നത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഈ ക്യാരക്ടർ നെയിം തന്നെയാണ്. ലോകയിലേക്ക് വന്നുകഴിഞ്ഞാൽ നസ്ലിന്റെ കഥാപാത്രമാണ് സണ്ണി. ഒരിക്കലും ആ ഒരു പേര് അവിടുന്ന് ഡയറക്റ്റായിട്ടെടുത്ത് റെഫറൻസായിട്ട് ഇട്ടുവെന്ന് പറയുകയല്ല, ഒരുപക്ഷെ ഒരു ചാൻസ് ഉണ്ടായേക്കാം. പക്ഷെ സണ്ണി എന്ന് പറയുന്ന ഒരു പേര് തന്നെ ചന്ദ്രയ്ക്ക് നേരെ ഓപ്പോസിറ്റാണ്. സണ്ണി എന്നാൽ സൺ, ചന്ദ്ര എന്നാൽ മൂൺ. സൺ വേഴ്സസ് മൂൺ, അതാവാം സംവിധായകൻ ഈ നെയിംസിലൂടെ ഉദ്ദേശിച്ചത്. ഇതെല്ലാമാണ് ഈ പേരുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് കണക്ഷൻ ഉണ്ടെന്നേയുള്ളൂ. അല്ലാതെ ഇൻസ്റ്റാഗ്രാം ചർച്ചകളിൽ പറയുന്ന പോലെ
ഇന്ദ്രിയത്തിന്റെ സെയിം യൂണിവേഴ്സിലുള്ള ഒരു ചിത്രമൊന്നുമല്ല ലോക. കാരണം ഇതിനകത്ത് ഒരു എൻറ്റയർ ഡിഫറന്റ് കള്ളിയങ്കാട്ട് നീലി സ്റ്റോറിയാണ് പറഞ്ഞുവച്ചിരിക്കുന്നത്. കുറച്ച് സിമിലാരിറ്റി ഉണ്ടെങ്കിലും ഇന്ദ്രിയം ഒരു ടിപ്പിക്കൽ യക്ഷി സിനിമ മാത്രമാണ്, ഒരു നോർമൽ റിവഞ്ച് സ്റ്റോറി. എന്നാൽ ചന്ദ്ര അങ്ങനെയല്ല. ചന്ദ്ര എന്ന കഥാപാത്രത്തിന് ഒരുപാട് തലങ്ങളുണ്ട്. ലോക സിനിമയിൽ പ്രകാശനെപ്പോലെ തന്നെ വളരെ കൗതുകം നൽകുന്ന ഒരു കഥാപാത്രമാണ് ഇഷ്താർ. സിനിമയുടെ ഒരു പ്രധാന ഘട്ടത്തിൽ ചന്ദ്രയെ തേടിവരുന്നവർ ഇഷ്താറിന്റെ ആളുകളാണെന്ന് ഫോണിൽ പ്രകാശൻ പറയുന്ന ഒരു രംഗമുണ്ട്. ഈ സീനിൽ കാണിക്കുന്ന ആളുകളുടെ സ്യൂട്ടില് ഒരു പ്രത്യേക ചിഹ്നം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ആ ചിഹ്നം തിന്മയെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഒന്നുറപ്പിക്കാം, ഇഷ്താർ തന്നെയാണ് ലോക സിനിമയിലെ പ്രധാന വില്ലൻ. യഥാർത്ഥത്തിൽ ആരാണ് ഇഷ്താർ? ഇഷ്താർ എന്നത് മെസപ്പൊട്ടേമിയയിലെ അതിശക്തമായ ഒരു പുരാതന ദേവതയാണ്. ഇഷ്താർ വളരെ സങ്കീർണമായ ഒരു ദേവതയാണ്. ഒരേസമയം സ്നേഹത്തിന്റെയും സഹാനുഭൂതിയുടെയും പ്രതിരൂപമായി കാണാമെങ്കിലും അതേസമയം പ്രതികാരത്തിന്റെയും യുദ്ധത്തിന്റെയും ലൈംഗികതയുടെയും ദേവതയായും ഇഷ്താറിനെ കാണാം. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സുമേറിയൻ ലിഖിതങ്ങളിലും മെസപ്പൊട്ടേമിയൻ പുരാണങ്ങളിലും ലഭ്യമാണ്. ഇഷ്താറിന്റെ പേരിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ ഉർ പോലുള്ള പുരാതന നഗരങ്ങളിൽ ഇപ്പോഴും കാണാം. പ്രധാനമായും ഗിൽഗമേഷ് ഇതിഹാസങ്ങളിൽ നിന്നാണ് ഇഷ്താറിന്റെ കഥാപാത്രത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ ലഭിക്കുന്നത്. ഗിൽഗമേഷിനോടുള്ള ഇഷ്താറിന്റെ പ്രണയം നിരസിക്കപ്പെടുമ്പോൾ അത് ശക്തമായ പ്രതികാരമായി മാറുന്നു. ഗിൽഗമേഷിനെ ഇല്ലാതാക്കാനുള്ള ഇഷ്താറിന്റെ ശ്രമങ്ങളെക്കുറിച്ച് ഈ കഥകളിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങളുള്ള ഇതിഹാസമാണ് ഇഷ്താറിന്റേത്. ഇതുപോലെ ഡിസെന്റ് ടു ദി അണ്ടർവേൾഡ് എന്ന പേരിൽ ഇഷ്താറിനെക്കുറിച്ചുള്ള ഒരു കഥയുണ്ട്. അതിൽ പറയുന്നത്, തന്റെ സഹോദരിയായ എറിഷ്കിഗാലിനെ കാണാൻ പാതാള ലോകത്തേക്ക് പോകുന്ന ഇഷ്താർ അവിടെ വെച്ച് കൊല്ലപ്പെടുന്നു. ഇഷ്താർ കൊല്ലപ്പെട്ട ഉടൻ തന്നെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവൻ നഷ്ടപ്പെടുന്നു. ഇഷ്താറിന്റെ മരണം ലോകാവസാനത്തിന് കാരണമാവുന്നു. ഇതുമൂലം ഇഷ്താർ ജീവിച്ചിരിക്കേണ്ടത് അനിവാര്യതയായി മാറുന്നു. അങ്ങനെ ദൈവം ഇഷ്താറിന് പുനർജീവനം നൽകുകയും മരണമില്ലാതെ തുടരാനുള്ള അവസരം നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇഷ്താർ വളരെ ശക്തനായ ഒരു ഇമ്മോർട്ടലാകുന്നത്. അതായത് ഇഷ്താറിന്റെ മരണം ലോകാവസാനത്തിന് തന്നെ കാരണമാവും. അത്രത്തോളം ശക്തമായൊരു കഥാപാത്രമാണ് ഇഷ്താർ. ലോകയിൽ തിന്മയുടെ പ്രതിരൂപമായിട്ടാണ് ഇഷ്താറിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നന്മയുടെ പ്രതിരൂപമായ മൂത്തോനെ ഇഷ്താർ എതിർക്കുന്നതും. ഇഷ്താർ ഈ പ്രപഞ്ചത്തെ മുഴുവൻ തന്റെ കാൽക്കീഴിലാക്കാനായി ഒരു പ്രത്യേക ഫോഴ്സിനെ തന്നെ രൂപപ്പെടുത്തുന്നു. അവർ വഴി പലതരം വൈറസുകളും മനുഷ്യരിൽ ഇഞ്ചക്ട് ചെയ്ത് അവരെ തന്റെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ചിലർ ഇതിനെ എതിർക്കുന്നു. അവരുടെ കൂട്ടത്തിലുള്ളവരാണ് മൂത്തോനും കൂട്ടരും. ഇവർ ഇഷ്താറിനെതിരെ ഒളിപ്പോരുകൾ നടത്തുന്നു. ഇവർ തങ്ങളുടെ സൂപ്പർ പവേഴ്സ് മനുഷ്യരാശിയുടെ നന്മയ്ക്കായി ഉപയോഗിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം ആളുകൾ ഇഷ്താറിന്റെ ശത്രുക്കളായി മാറും. അവരെ വകവരുത്താൻ ഇഷ്താർ ഒരു ഗാങ്ങിനെ രൂപപ്പെടുത്തുന്നു. അങ്ങനെ തനിക്ക് എഗെയിൻസ്റ്റ് ആയവരെല്ലാം നശിപ്പിക്കാൻ ഇഷ്താറിന് ഒരു വലിയ പട തന്നെയുണ്ട്. അതിൽപ്പെട്ടവരായിരിക്കാം സിനിമയിൽ ഒരു മിന്നായം പോലെ വന്നുപോകുന്ന സൗബിനും ബാലുവുമെല്ലാം. കാരണം ഇവരെ കാണിക്കുന്ന സീനിൽ ഇവരുടെ മുഖം ശ്രദ്ധിച്ചാൽ വളരെ ദേഷ്യത്തോടുകൂടിയാണ് ഇവർ ചന്ദ്രയുടെ ചിത്രം ടിവിയിൽ നോക്കിക്കാണുന്നത്. അതുകൊണ്ടുതന്നെ ഇവർ ഇഷ്താറിന്റെ ഗ്യാങ് ആവാൻ സാധ്യത കൂടുതലാണ്. ഇത്തരത്തിൽ വലിയ പടകളുള്ള ഇഷ്താറും മൂത്തോന്റെ അനുയായികളും തമ്മിലുള്ള ഒരു യുദ്ധം തന്നെയായിരിക്കും അടുത്ത ലോക സീരീസുകൾ. ഈ സീരീസിന്റെ പര്യവസാനം നമ്മുടെ അവഞ്ചേഴ്സ് എൻഗെയിം പോലെയൊക്കെ വൻ രീതിയിലായിരിക്കും. കാരണം അത്രത്തോളം വളർന്നുകഴിഞ്ഞു മലയാള സിനിമ എന്നു തന്നെ പറയാം. പിന്നെ ഈ ലോക സിനിമ കേരളത്തിലോ ഇന്ത്യയിലോ ഏഷ്യയിലോ ഒന്നും ഒതുങ്ങുന്നതല്ല. അതിന് മറ്റ് തലങ്ങളുണ്ടാവും. നമ്മുടെ യുക്തിക്ക് പുറത്തുള്ള പലതും ഇനി വരുന്ന സീരീസുകളിൽ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഈ പ്രപഞ്ചത്തിനു പുറത്തുള്ള ഒരു ഗ്രഹവും അവിടെയുള്ള ജീവികളും സിനിമയുടെ ഭാഗമായേക്കാം. യെസ്, ഞാൻ പറഞ്ഞുവരുന്നത് ഏലിയൻസിനെക്കുറിച്ചാണ്. ചിലപ്പോൾ ഈ ഏലിയൻസ് തന്നെയായിരിക്കാം യഥാർത്ഥ ദൈവങ്ങൾ, അല്ലെങ്കിൽ ലോകത്തെ നിയന്ത്രിക്കുന്നവർ. ഇവർ ഇമ്മോർട്ടൽസ് ആയിരിക്കാം. ഇത്തരം സങ്കല്പങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതാകാം വരാൻ പോകുന്ന ലോക ചാപ്റ്ററുകൾ. എന്നാൽ ഈ ലോക സിനിമയിൽ പറയുന്ന മിത്തുകളെല്ലാം വെറും കെട്ടുകഥകളല്ലെങ്കിലോ, അവ യാഥാർത്ഥ്യങ്ങളാണെങ്കിലോ, അങ്ങനെ നമുക്ക് കാണാൻ കഴിയാത്ത എന്തെങ്കിലും നമുക്ക് ചുറ്റുമുണ്ടെങ്കിലോ, അതായത് നമ്മളെയെല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്ന ചില ശക്തികൾ. സിമ്പിളായി പറഞ്ഞാൽ സമയത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ചില ശക്തികൾ. സത്യത്തിൽ സമയം തന്നെയല്ലേ യഥാർത്ഥ ദൈവം? യെസ്, ടൈം ഈസ് ദ റിയൽ ഗോഡ്. ഞാൻ ദൈവത്തെയോ പ്രേതത്തെയോ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിനെ വിശ്വസിക്കുന്നില്ല എന്ന് പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ശാസ്ത്രമനുസരിച്ചിത് ശരിയാണ്. പക്ഷേ ശാസ്ത്രത്തിന്റെ മറ്റൊരു തലത്തിൽ നിന്ന് ചിന്തിച്ചാൽ ഇത് തെറ്റുമാണ്. കാരണം നമുക്കൊരു സാധനം കാണാൻ കഴിയാത്തത് അത് അവിടെ ഇല്ലാത്തതുകൊണ്ടല്ല, അതിനെ കാണാനുള്ള വേഗത നമ്മുടെ കണ്ണുകൾക്കില്ലാത്തതുകൊണ്ടായിരിക്കാം. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ അതിന്റെ വേഗത കൂടുതലായതുകൊണ്ടാണ് നമുക്കതിനെ കാണാൻ കഴിയാത്തത്. ഇതൊരു ഉദാഹരണ സഹിതം നമുക്ക് ചിന്തിച്ചു നോക്കാം. ഒരു ഓട്ടക്കാരൻ വളരെ വേഗത്തിലോടുമ്പോൾ അയാളുടെ കാലുകൾ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ അതിനർത്ഥം അയാൾക്ക് കാലുകളില്ല എന്നല്ല. അയാളുടെ വേഗത കുറയുമ്പോൾ നമുക്ക് ആ കാലുകൾ ദൃശ്യമാകുന്നു. അത്തരത്തിൽ ചിന്തിച്ചാൽ നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ പറ്റാത്ത പലരുമുണ്ടാവാം. എന്നാൽ അവരുടെ വേഗതയും സമയവും അവരെ നമ്മളിൽ നിന്ന് മൂടിമറയ്ക്കുന്നു. അവരെപ്പോഴും നമുക്ക് ചുറ്റുമുണ്ടാവാം. ചിലപ്പോൾ അവർ ദൈവമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായിരിക്കാം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ചിലപ്പോൾ നമുക്കവരെ കാണാൻ കഴിയും. ഇനി പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയില്ലെങ്കിലും നിങ്ങളൊന്ന് ഓർക്കുക, അവർക്ക് നിങ്ങളെ കാണാം. സൂക്ഷിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത ഒരു സിനിമാ കഥയുമായി കാണാം. സൈനിങ് ഓഫ്, യുവർ ഓൺ സ്റ്റോറി ടെല്ലർ മല്ലു.